ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് എല്ലായിടത്തും മഴയൊക്കെ? നമ്മുടെ ഇവിടെ നല്ല മഴയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കിട്ടിയ ഈ മഴ ഭയങ്കരമായിട്ടുള്ളൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിപ്പം നിലവിൽ കിണറില്ലാത്തത് കൊണ്ട് നമ്മൾ വേറൊരു കിണറ്റിൽ നിന്ന് മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നല്ലൊരു പണി കിട്ടി. നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി തന്നെ കേട്ടോ. നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്ന ആ കിണറിലേക്ക് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ വളർത്തുന്നുണ്ട്. അതിന് ചാണകമൊക്കെ ഒഴുകി വന്ന് വീണ് ആ വെള്ളം ആകെ കേടായി. നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനും ഉപയോഗിക്കാനും പറ്റാത്തൊരവസ്ഥയായി. അപ്പം ജലനിധിയുടെ വെള്ളവും ഇല്ല. അപ്പം നമ്മൾ ഈ മഴ പെയ്ത ആ വെള്ളമാണ് നമുക്കിപ്പോൾ ആകെയുള്ള ഒരു ആശ്രയം. അത് അരിച്ച് സംഭവമൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നൽകണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് രാവിലെ തന്നെ. അപ്പം രാവിലെ മഴ പെയ്തപ്പോൾ തുടങ്ങിയ പരിപാടികളാണ്. ഓരോന്നിനും നിറച്ച് ടാങ്ക് ക്ലീൻ ആക്കി ഞാൻ. അപ്പം അതിനകത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അതങ്ങ് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസത്തേക്കുള്ള വെള്ളം നമുക്ക് കിട്ടിയല്ലോ. അപ്പം അതിനുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വെള്ളം നന്നായിട്ട് വീഴുന്ന സ്ഥലത്തൊക്കെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടാങ്ക്. അപ്പം അതരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തോർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കരടൊന്നും കുടുങ്ങാതെ നമുക്ക് കിട്ടും. കരട് ഉണ്ടാവും എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, അലക്കും കാര്യങ്ങളും ഒക്കെ നടത്താമല്ലോ. പണ്ടൊരിക്കലും എന്റെ കാല് ഉളുക്കിയ സമയത്ത് എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയാ വീണത്. ദാ ഈ ഒരു വഴിയിൽ നിന്ന് വെള്ളം എടുത്ത് നടന്നു വരുമ്പം അവിടെ നിന്ന് തന്നെ വീണതാണ് കേട്ടോ. ഇത്രയും മഴ പെയ്യുന്ന ഈ സമയത്തും ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഇതുപോലെ പല ആൾക്കാരും ഉണ്ടാവും വെള്ളത്തിന് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്. പണ്ട് തൊട്ടേ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഈ തമിഴ്നാട്ടുകാരൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ കുഞ്ഞിലെ തൊട്ട് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓരോ തുള്ളി വെള്ളത്തിന്റെ വില അത്രയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ കാരണം കൊണ്ടല്ലാണ്ട് ഇതുപോലെ മൃഗങ്ങൾ കൊണ്ടും മറ്റുള്ളവർ നമ്മുടെ വീടിനടുത്തുള്ളവർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. നമുക്കൊന്നും പ്രതികരിക്കാനും ആവൂല, പിന്നെ സഹിക്കാൻ വേണം. അപ്പൊ അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി.